ഞങ്ങൾ കുറെ ദിവസമായിരുന്നു വീഡിയോ കേട്ടോ. അപ്പൊ വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയലും മഴയാണ്. അപ്പൊ ഞങ്ങൾ ഒന്ന് പുറത്ത് വരെ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഒടുക്കത്തെ മഴയല്ല. പുറത്തിറങ്ങിയതല്ല, മഴയത്തൊക്കെയായിരുന്നു പരിപാടികളൊക്കെ. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ അകത്തിരിക്കുമ്പോഴല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. ഫോണങ്ങനെ അഞ്ഞുപോയി വരെ അകത്തെ മാത്രം കാഴ്ച മനസ്സിലാവും, പുറത്തേന്ന് കാണിച്ചു കൊടുത്തു. തുടങ്ങിയതിന് ശേഷം മഴ നിന്നിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ചെറുത് ജസ്റ്റ് ഒന്ന് വരും, അതേപോലെ വരും. പാലമ്പണിയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ ഓടാൻ തുടങ്ങിയപ്പോൾ കലക്കവെള്ളമാണ്, കാണത്തില്ല. ഇവിടെ മഴ ശക്തി പെയ്യുന്നില്ലല്ലോ. വലിയ മഴ ചെയ്യുമ്പോൾ തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ അങ്ങോട്ട് എന്ന് ചെയ്യുമ്പോഴായിരിക്കും മഴ. ഇവിടെയൊക്കെ ഒന്നും തോരുന്നില്ല, നമ്മുടെ അവിടെ തോരുന്നു. മലനിരകൾ അന്ന് അങ്ങോട്ട് ഓടി കയറാൻ പോവാ. ഇത് കാണാനാണ് ഈ സഞ്ചാരികൾ മുഴുവൻ എത്തുന്നത്. വന്ന് കയറുമോ? ഞാൻ കണ്ടില്ല. പെരുമഴയത്തെ യാത്രയാണ് ഞങ്ങളുടെ. ഈ രണ്ട് വീടെടുത്ത് കളയാം, അതുകൊണ്ട് ചുരുങ്ങിപ്പോയി. അവരെ പറഞ്ഞ കാര്യമൊന്നുമില്ല, അവർക്ക് വേറെ സ്ഥലമൊന്നുമില്ല. അവർക്ക് ആകെ കുറഞ്ഞ പൈസ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ തീരും. ഇവിടുന്ന് വീണ്ടും വീതിയാവും. ഇതിപ്പോ ഈ അടുത്ത പാലമണി കഴിഞ്ഞു. ചെറിയൊരു ഇടവേളായിരുന്നു. വണ്ടിയൊക്കെ ലൈറ്റ് ഇട്ടാണോ വരുന്നേ? അങ്ങോട്ടൊന്നും കാണുന്നില്ലേ? വണ്ടിയാണോ? റോട്ടിൽ വെള്ളം തുടങ്ങി കാണുന്നുണ്ടോ? മഴ ശക്തമായി അങ്ങോട്ട് ഇതിന് മഴ കൂടിയിട്ടോ. അതേ കടമ്പലിന്ന് വരുന്ന രസമായിരിക്കും. ആയാടം പോലെ മഴ ഒടിഞ്ഞിടും. ഇതൊന്നും അല്ല മഴ. മഴ ഇനി കാണിച്ചതല്ലേ? മഴ കാണാൻ പോകുന്നതേ ഉള്ളൂ, ഒന്നും ആയില്ല. നമ്മൾ കാലം തെറ്റി വന്നവരോടും സമയം അറിയാതെ വന്നവരോടും പറയണം, കടമ്പലിലെ കാഴ്ച ആണെങ്കിൽ ഇപ്പൊ വരണം. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ചിട്ടുള്ള യാത്രയൊക്കെ ആയിരിക്കണം. ഒന്ന് പുഴയെ ചാടാൻ പോകരുത്. 2 കുന്നിന്റെ മുകളിൽ കയറുന്ന ഫോട്ടോ എടുക്കാൻ നിൽക്കരുത്. 3 വണ്ടി പയ്യെ ഓടിക്കുക. മൂടമഞ്ഞായിരിക്കും. അതേപോലെ അതെന്നാ എന്തെങ്കിലും പറയാൻ കൂടുവോ? എന്നാ പറഞ്ഞത് ഉദ്ദേശിക്കുന്ന മനസ്സിലായില്ല, പറയാൻ പറ്റുമോ? പോസ്റ്റൊക്കെ ഒടിച്ച് താഴെയിരിക്കുന്നു. എന്നാലും കറണ്ട് പോകുന്നുണ്ട്. അതൊന്നും കാണിയല്ല. പോസ്റ്റ് പകുതി ഒട്ടിട്ട് നിരത്തിരിക്കും കേട്ടോ. കമ്പ് വെച്ച് കിട്ടിയാൽ പറയുന്നോ? കമ്പ് വെച്ച് കെട്ടും. ഞാൻ അങ്ങനെ ഒടിഞ്ഞു പോയത് പകുതിക്ക് ഒടിഞ്ഞ് കറക്റ്റ് നേരെ താഴെ ഇരിക്കുക. നോക്കിപ്പോക്കോട്ടോ, എന്നൊക്കെ എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. നോക്കുന്നുണ്ട്, പിന്നെ വരാനുള്ള വഴി തങ്ങിയല്ല. എന്നാലും നമ്മുടെ ഒരു സ്ഥിരം ഓടുന്ന വഴിയാണ്. ദിവസം 2 പ്രാവശ്യമെങ്കിലും വന്ന് പോകാം.
അപ്പൊ നമ്മുടെ ബാങ്കിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മള് തിരിച്ചു പോവുകയാണേ. നമ്മള് പൂമ്പാറ അങ്ങാടിയിലെത്തി കേട്ടോ. അപ്പൊ കുറച്ച് കോട കുറഞ്ഞല്ലോ. നോക്കി ഉള്ള മലയൊക്കെ കാണാനായിട്ടോ. നമ്മള് ബാങ്കിൽ കയറിയപ്പോഴത്തേന് കുറച്ച് കോടയൊക്കെ ഒന്ന് ഒതുങ്ങി, മഴയും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. റോട്ടിലൊക്കെ എന്തോരം മണ്ണ. ഇത് എവിടെ നിറച്ചു എല്ലാരും വിശ്വസിച്ചോളൂ. റോട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം എങ്കിലും അതെ ആ റോഡേ കൂടെ ഇങ്ങനെ വന്നതാ. റോഡ് മൊത്തം അടിച്ചു വാരി കഴുകി പോന്നാലേ. അത് ഇവിടെ ചാടി. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മഴയത്ത് ഇങ്ങനെ ബൈക്കിൽ അങ്ങോട്ടും ഞാനില്ല, എനിക്ക് ഇഷ്ടമില്ല ബൈക്കിൽ പോകണം. മഴയൊക്കെ നനഞ്ഞ് അടിച്ചിട്ട് പോകാൻ രസമാണ്. പിന്നെ ഭയങ്കര രസം. കണ്ണിലും വെള്ളം കയറി. റോഡൊക്കെ നല്ല പക്ക റോഡായിട്ടുണ്ടോ. ഇവിടുന്ന് നമ്മള് ഇടത്തേക്ക് തിരിഞ്ഞ് കടമ്പയിൽ കയറുക. അങ്ങനെ നമ്മുടെ കക്കാടംപൊയിൽ മല കയറാൻ പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററിന് താഴെയാണ് വെള്ളച്ചാട്ടം പറയുന്നത്. അടിപൊളി വെള്ളം. ഇപ്പൊ ഒന്നൊന്നര വെള്ളച്ചാട്ടമായിരിക്കും കേട്ടോ. ഉള്ള മഴയൊക്കെ പെയ്തിട്ട് ചുവട്ടി പോയി അല്ലെങ്കിൽ തന്നെ നല്ല പൊടി വെള്ളച്ചാട്ടം അല്ലേ. ചുവട്ടി പോയി ഇപ്പൊ മഴയും കൂടെ പെയ്ത് ഇഷ്ടം പോലെ വെള്ളം കൂടെ ആയപ്പോ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ മറ്റേ പാല് ചായ കളറിലായിരിക്കും അപ്പൊ ചായപ്പൊടി ഓക്കെ. നല്ല കയറ്റമായിരുന്നു. ഒരു കുറഞ്ഞ തോതി കയറ്റം കുറഞ്ഞു അല്ലേ. കൂടെ മാറ്റിന്നുണ്ടാക്കി അങ്ങോട്ട് സ്പീഡിൽ പോയില്ല ഇങ്ങോട്ട് സ്പീഡിൽ പോരാലോ. സ്പീഡ് കിട്ടിയില്ലല്ലോ. കയറ്റം കയറുമ്പോൾ ഒരുപാട് കാല് കൊടുക്കാതിരിക്കണം. വെറുതെ എണ്ണ കത്തിക്കാമോ. അങ്ങനെ ചെറിയൊരു കയറ്റം കഴിക്കും. ഇവിടെ മുമ്പിലൊരു ഓട്ടോ ഇങ്ങനെ പോകുന്നുണ്ടോ. നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടോ ഇങ്ങനെ പോകുന്നുണ്ടോ. ഇന്ത്യക്കാരുടെ ട്രിപ്പിളാണ് ഞാൻ കയറാൻ വന്നപ്പോ ഫുള്ള് ഇടത്താക്കി. ഇന്ന് ഞങ്ങൾ മഴയൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ. മഴ എങ്ങനെയുണ്ടെന്ന് അറിയാം. വീട്ടിൽ മഴ അറിയാനോ. റോട്ടിൽ ഇറങ്ങിയാൽ അറിയാം. ഇവിടെ നല്ല മഴയാട്ടോ. വിട്ടുന്ന മഴയാ. പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെള്ളം ചാടുന്നത് കാണിച്ചു തരാം. ഇതൊക്കെ വല്ലതും അറിയാമോ. ചുമ്മാ ചാമ്പി വിടുക. നമ്മളിപ്പോ ഈ മഴ ഉള്ളിടത്തോടെ എത്തുന്നുള്ളൂ. നമുക്ക് അവിടെ പോയി നോക്കിയാലോ. മഴ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരെ വെളുത്തപ്പോ തുടങ്ങിയ മഴയാ. താഴെ നാട്ടെ നമ്മള് കേറി ഇപ്പൊ ഇവിടെ എത്തിയേ. അപ്പൊ നമ്മുടെ കക്കാടംപൊയില് കയറ്റം കയറി വരുമ്പോ ഫസ്റ്റത്തെ വളമാട്ടോ. കക്കാടംപൊയിലേക്ക് കയറി വരുമ്പോ ഇവിടെ ഒരു 5-6 വണ്ടി താഴെ പോയി. ഒരു 5-6 പേരുടെ മുകളിൽ മരിച്ചിട്ടുണ്ട് താഴോട്ട്. ഇവിടെ മെയിൻ അപകടം നടക്കുന്ന ഒരു സ്ഥലമാട്ടോ. ഇവിടുന്ന് ഈ 2 വളവും കൂടെ വരുമ്പോ ഇവിടുന്ന് കൂടെ വന്ന് വണ്ടി തമ്മിൽ കൂട്ടിയിടിക്കുവോ അല്ലെങ്കിൽ വണ്ടി പ്ലെയിൻ പോകുന്ന പോലെ മുകളിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ നേരെ അങ്ങ് പോകും. ഇവിടെ അങ്ങ് നിൽക്കിയല്ല. അപകടം കുറയ്ക്കാൻ വേണ്ടിട്ടാട്ടോ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതുവരെ. അതിനുശേഷം ഇഷ്ടം പോലെ അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വരുന്നവർ സൂക്ഷിച്ചു വെക്കുക. മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് 30 കിലോമീറ്റർ കൂടരുതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചൊക്കെ പാലിച്ച് പോലും അങ്ങനെ കുറെ ഒക്കെ പിടിച്ചത് അത്രയേ ഉള്ളൂ. കാരണം മോളിൽ നിന്ന് ഇനി മൊത്തം കയറ്റം. നമ്മള് കയറി പോവാണ്. ഇറങ്ങി വരുമ്പോൾ മൊത്തം ഇറക്കാം. അപ്പൊ ഇറക്കം തുടങ്ങുമ്പോൾ പോലെ എല്ലാവരും ബ്രേക്കൊക്കെ എടുക്കും. എന്നിട്ട് അവസാനം ഇവിടെ എത്തുമ്പോഴത്തേനും ഉള്ള ബ്രേക്കോടെ ജാമായി ഒന്നും ഉണ്ടാക്കിയാലും. പിന്നെ ജാം ആകാത്തവരും ഉണ്ടാവും. അവര് നല്ല പ്ലെയിൻ പോലെ പറന്നങ്ങ് പോയി. അതോടെ മിക്കവാറും അതോടെ അങ്ങ് നോൺ സ്റ്റോപ്പ് ആയിട്ട് റോട്ടിലെത്തും. അറിയോ ചവിട്ടി പോരുന്നോണ്ടേ ചൂടായിട്ട് കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഇവിടെ ഉള്ളവരെ എപ്പോഴും സെക്കൻഡിലേക്ക് താങ്ങി ഇറങ്ങി പോരും. ഫസ്റ്റ് സെക്കൻഡ് എങ്ങനെ ഇട്ടാ പോരും. ആദ്യം ബ്രേക്ക് യൂസ് ചെയ്യണം. താഴെ നിന്ന് വരുന്ന ഒരു ടോപ്പ് കീറിലിട്ട് തരുന്നു. അതിലാണ് പറ്റിപ്പോകുന്നത്. കൂടുതലും സ്കൂട്ടി എന്നുള്ള വണ്ടിയൊക്കെ കൂടുതലും പോയത്. താഴെ കണ്ടോ വലിയൊരു പ്ലാവ് ഓടിച്ചിട്ടേക്കുന്നുണ്ടോ. ആ കാണുന്ന മരം തല മൊത്തം പോയല്ലേ. അന്യായ കാറ്റായിരുന്നു കേട്ടോ ഇത്രയും ദിവസം ഇവിടെ. അതിന്റെയാണ് ഈ വെള്ളച്ചാട്ടം ഇല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്നെ കളിയാക്കില്ലോ. റോട്ടിൽ നിന്ന് ചാടുന്ന വെള്ളച്ചാട്ടം കണ്ടോ. ഇതൊക്കെ പുതിയതായിട്ട് മഴ പെയ്തപ്പോ ഫ്രീ ആയിട്ടുണ്ടായ വെള്ളച്ചാട്ടം. അത് ഇത് മോളിൽ റോഡാട്ടോ. ഈ റോഡ് ഇങ്ങനെ വളഞ്ഞ് 2 വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുമോ.
കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് നടന്ന സ്ഥലമാണ് ഇവിടെ. പ്ലാവെ തട്ടിയുന്നുണ്ട് ആ പുഴയിൽ തീരും. മാവെ തട്ടിയുന്നുണ്ട് കയറി കയറി എവിടെ എത്താനായി? നമ്മുടെ പീടികപ്പാറ എത്താനായിട്ടോ. ഇവിടെ ഉണ്ട് ഒരു സ്മോൾ വെള്ളച്ചാട്ടം. ഇതൊക്കെ മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങളാട്ടോ. കുറഞ്ഞല്ലോ. നല്ല രസമുള്ള ചാട്ടാ. അങ്ങനെ നമ്മുടെ പീടികപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കള്ളിപ്പാറ എത്തിയപ്പോഴത്തേനും കണ്ടോ, ഇനി ഒന്നും കാണത്തില്ലാത്ത അവസ്ഥ എത്തിയിട്ടോ. എത്ര നേരം റോഡൊക്കെ കാണായിരുന്നേ. ഇനി അങ്ങോട്ട് പോകും തോറും മൊത്തം കോടയുടെ പ്രളയോ. ഇല്ല നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. നല്ല പച്ചപ്പും നല്ല കോടയും നല്ല മഴയും. നമുക്ക് ഇത്ര രസം തോന്നുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർ ഇത്ര ഞാൻ പറഞ്ഞ കാലം തെറ്റി വന്നവരോടൊക്കെ ഇപ്പൊ വരുന്നത് കുടലേക്ക് കയറാൻ പോവാ. ഇവിടെ കുറച്ച് ഭാഗം ഇനി കാണിയല്ലോ. ഭയങ്കര കുട എന്ന് പറഞ്ഞ ഭയങ്കര കൂടെയാണ്. എന്താ താഴേക്ക് നോക്കി വല്ലതും നമ്മൾ കാണും. കേറി വന്ന വഴിയൊക്കെ കാണുന്നുണ്ടോ? ഒന്നും കാണാനില്ല. അതാണ് വണ്ടി ഇവിടെ എല്ലാവരും കൊടുക്കുന്നത് കേട്ടോ. താഴോട്ട് നോക്ക്. താഴേക്ക് നോക്കി ഇത്രയേ ഉള്ളൂ കാണാൻ. കാരണം ഒന്നും കാണത്തില്ല, മൊത്തം കോട. ഇവിടെ നോക്കി നമ്മുടെ വീടൊക്കെ കാണായിരുന്നു. എല്ലാം കാണാനില്ല, പക്ഷെ ഇപ്പൊ ഒന്നും കാണിയില്ല. ഇവിടെ പെട്ടെന്ന് കോട കയറുന്ന സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി കയറി പോയാൽ അറിയാം. പിന്നെ ലൈറ്റ് ഇട്ട് ഓടിച്ചോണേ. പിന്നെ കുറച്ചൊക്കെ കാണാറുണ്ട്. ഇവിടെ നമ്മൾ അത് ഓരോ സ്ഥലത്ത് എത്തുന്നതനുസരിച്ച് മാറ്റം വരും. അവിടെ തെളിഞ്ഞ ആ സൈഡിലെ പച്ചപ്പ് ആ പുല്ല് എന്തല്ല ഇതിനകത്ത് യാത്ര ചെയ്യാൻ നല്ല വീതിയുള്ള റോഡും. ഇവിടെ പിന്നെ അങ്ങനെ ഇടിഞ്ഞു വരാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഇന്ന് കോട കുറവുണ്ട്, നല്ല കുറവുണ്ട്. മറ്റേതൊന്നും അല്ല. ഇപ്പൊ റോഡൊക്കെ കാണുന്നില്ല, മറ്റേ കാണിയില്ല. ചിലപ്പോ സെക്കൻഡ് വെച്ച് മാറുകയും ചെയ്യും, സെക്കൻഡ് വെച്ച് പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ പോയില്ലേ? കോട മഞ്ഞ് മാത്രമേ കാണൂ. ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തി എന്ത് ജനങ്ങൾ കാഴ്ചക്കാരുണ്ടായിരുന്നു ഈ സൈഡിൽ. ആരുമില്ല. മഴ തണുപ്പ് എന്നാന്ന് പറഞ്ഞാൽ മഴ മാത്രമല്ല. അപ്പൊ നമ്മള് കൂടഞ്ഞിന്ന് പോകുന്ന കേട്ടോ യാത്ര. കൂടഞ്ഞിന്ന് പോകുന്നപ്പോ ഞങ്ങള് കക്കാടംപോയിൽ പോകുന്ന വഴി പാമ്പങ്കാവ് വരെ വന്നിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളി കോടയും നല്ല തണുപ്പും അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. യാത്രാ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ബാക്കി കാണേണ്ടവരൊക്കെ കക്കാടംപോയിൽ വരിക, കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് മടങ്ങുക.